അടുത്തതായിട്ട് ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ചേച്ചിക്ക്. ഇത് നമ്മുടെ ഉച്ചത്തെ ലഞ്ചാണ് നമ്മുടെ ഹോസ്പിറ്റലിലത്തെ. ഇത് നമ്മുടെ ഈവനിങ് സ്നാക്കാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളത്തേന് ശേഷം നന്നായിട്ടൊരു മഴ പെയ്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ജസ്റ്റ് ഒരു വ്ളോഗാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പുറത്തിറങ്ങിയതാണ്. നമ്മുടെ നന്ദൂട്ടൻ വെക്കേഷനിൽ വന്നതാണ് കേട്ടോ, അല്ലേ? നന്ദൂട്ടൻ എപ്പോഴാണ് എണീറ്റേ? വെക്കേഷനിൽ വന്നതാണ്. ഇനിയിപ്പം സ്കൂൾ തുറക്കാനാകുമ്പോഴേ പോവുള്ളൂ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ മഴയൊക്കെ പെയ്തിട്ട്? വന്ന സമയം തൊട്ട് നല്ല ചൂടായിരുന്നു. അപ്പൊ ഇന്ന് മഴയൊക്കെ പെയ്തിട്ട് നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. മുറ്റൊക്കെ കണ്ട ഫുള്ള് നനഞ്ഞ് കിടക്കാണ് അല്ലേ? ഹലോ, അപ്പോൾ ഞാനിപ്പം ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഹോസ്പിറ്റലിൽ പോകണമല്ലോ, എനിക്കിന്ന് ജോലിയുണ്ട്. അപ്പം ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശയും പിന്നെ ചമ്മന്തിയായിരുന്നു. അമ്മ ഉണ്ടാക്കിയതാണ്. ആൻഡ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ എന്ത് മിസ്സാക്കിയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മിസ്സാക്കില്ല. ബിക്കോസ് രാവിലെ ഒന്നും കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് ടയേർഡായിരിക്കും. സോ ദാറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എൻ്റെ ഒപ്പം ചായ കുടിക്കാൻ നന്ദൂട്ടനുണ്ട്. എങ്ങനെയുണ്ട് ദോശ? ഓക്കെ, അപ്പോൾ അതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ അമ്മ ഉണ്ട്, നന്ദൂട്ടനുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഞാനതാ ഇങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുന്നത്. ഒരു ഹാൻഡ് ബാഗും പിന്നെ ഒരു ക്യാഷിലൊരു ഡ്രസ്സും. ആൻഡ് മുടി ഞാൻ രാവിലെ അങ്ങനെ കെട്ടാറില്ല, കുറവാണ്. ബിക്കോസ് അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായില്ലല്ലോ. ഞാൻ ഡ്രയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഹെയർ ഡാമേജ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടാണ് പോകാറുള്ളത്. ഓക്കെ, പിന്നെ പ്രീജിത്തേട്ടൻ ഇതാ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇനി നമ്മൾ പോവാണ്. അപ്പോൾ എന്നെ വാടാനാംകുറിശ്ശി വരെയാണ് കേട്ടോ പ്രീജിത്തേട്ടനാക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ബസ്സിന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു കുളിര്, ബിക്കോസ് നല്ലൊരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ റോഡും സൈഡൊക്കെ നല്ല നനഞ്ഞിട്ട് നല്ല രസമായിരുന്നു കാണാൻ. കണ്ടോ, ഞാൻ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഗൈസ് പോണത്, അല്ലെങ്കിൽ ഫുള്ള് നനയും. അപ്പോൾ ഇങ്ങനെ മഴ കുറച്ച് ഇങ്ങനെ കൂടി വരികയായിരുന്നു. അപ്പോൾ ഞാൻ കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, ടാറ്റാ. ഓക്കെ, അപ്പോൾ ആ കുട്ടി എന്നെ വാടാനാംകുറിശ്ശി വരെ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് കേട്ടോ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. നിങ്ങൾ കൺകുളിരിക്കെ കണ്ടോളൂ. ഇതാണ് നമ്മുടെ വാടാനാംകുറിശ്ശി സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള തോടുകളാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും ഒരു വണ്ടി അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല കളർഫുൾ ആക്കി തരും ഗൈസ്. അത്രയും അടിപൊളി റോഡാണ് നമ്മുടെ വാടാനാംകുറിശ്ശിയുടെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ബസ് കിട്ടി. ഞാൻ എന്നും പോവാറ് കാവിലമ്മ ബസ്സിലാണ്, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ബസ്സിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ ഒരു 10-15 മിനിറ്റ് ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വാടാനാംകുറിശ്ശി എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ ഞാൻ അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പോകുന്നതിനുള്ള സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങാനും വീട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടാത്ത അവസരത്തിൽ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് പിഷാരടീസ് എന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ദോശയും മസാല ദോശയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കാറുള്ളത് അവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള വഴി. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ഹോസ്പിറ്റൽ എത്തി. അപ്പോൾ ആരൊക്കെയാണ് അകത്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പതിയെ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ഹിബ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ക്യാമറ എടുത്തതുകൊണ്ട് അവൾ അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്യാമെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇതാ ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട്. ബായ്, നമസ്തേ ജി ബോലോ. നമസ്തേ ജി. आज बारिश कैसे हो? बहुत अच्छा है, मैं अति प्रसन्न है. ഞാൻ മീറ്റു പയ്യമേ എന്താ പറയാ, വെരി
फुल सुकून है। आज सुकून है बड़ा. ഓക്കെ ओके बाय। ബൈ. ഇനി അടുത്ത് ചേച്ചി ഇവിടെ നോക്കിയിട്ട് ആയി പറയണം. ചേച്ചി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് गुड मॉर्निंग। ഇനി ചേച്ചിയും ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലേ? ഇപ്പൊ നീ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് കാലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് കയറട്ടെ. കാരണം മഴ പെയ്തുകൊണ്ടേ ഭയങ്കര ചെളിയായി. ചേച്ചി മരുന്ന് ചീത്ത കേൾക്കും. അതുകൊണ്ട് കാല് കഴുകിയിട്ട് താഴേക്ക് പോയിട്ട് യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരാളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതാണ് നമ്മുടെ ആമിക്കുട്ടി. ആമി ഭയങ്കര തണുപ്പടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആമിക്കുട്ടി എന്താ അമ്മ ബ്രേക്ക്ഫാസ്റ്റ്? പക്ഷേ ഉണ്ടല്ലോ അതിന്റെ മുടി നന്നായിട്ട് കൊഴിയുണ്ട്. ഗുഡ് മോർണിംഗ്. ബൈ യു അഗൈൻ. ഓക്കെ, അപ്പോൾ പിന്നെ രാവിലെ ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ യൂണിഫോമൊക്കെ മാറ്റി ഓൺ ഡ്യൂട്ടി കയറിയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയാകുമ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ മറന്നുപോയി. കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇനി ഞാനും ഹിബിയും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ താഴേക്ക്. അപ്പോൾ ഞങ്ങൾ അറ്റ് എ ടൈം എല്ലാവരും കൂടിയിട്ട് ഒപ്പം ഇരുന്നിട്ട് ചില സന്ദർഭങ്ങളിൽ മാത്രമേ കഴിക്കാറുള്ളൂ. ചിലപ്പോൾ ഒക്കെ നമ്മൾ തിരക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ രണ്ടുപേരും അങ്ങനെയൊക്കെ വന്നിട്ടാണ് നമ്മൾ യൂഷ്വലി ഉച്ചത്തെ ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് ഫുഡ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ചോറ് വിളമ്പി. പിന്നെ അടുത്തതായിട്ട് ഇത് എന്തോ ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇത് ഉള്ളി ചമ്മന്തിയാണ്. ആൻഡ് അത് എടുത്തു. പിന്നെ എന്താണുള്ളത്? പിന്നെ ഇത് അച്ചാറാണ്. ആൻഡ് അച്ചാർ എടുത്തു. ഇനി അതിന് ശേഷം കറി എടുക്കാം. ഇത് സാമ്പാറായിരുന്നു. സാമ്പാർ എടുത്തു. പിന്നെ ഉണ്ടായിരുന്നത് ഓലനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. ഓലനും പിന്നെ പപ്പടവുമാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് വെജ് ഫുഡാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഫുഡ് എല്ലാതും എടുത്തു. ഇനി കഴിക്കണം. ഓക്കെ, അപ്പോൾ എന്നും ഈ സെയിം ലഞ്ചെല്ലാം ഉണ്ടാവുക, മാറിയിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതായിരുന്നതുകൊണ്ട് ഞാനിത് കാണിച്ചെന്നുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്തത് ചായ കുടിച്ചു. വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ ആകുമ്പം ചായ കുടിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സ്നാക്ക് മസാല വടയായിരുന്നു, അതായത് ബോണ്ട ആയിരുന്നു അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ആൻഡ് അതും കഴിച്ചു. ഇതിൽ ആക്ച്വലി ഇപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. എൻ്റെ സാധനങ്ങളൊന്നും ഇതിപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുള്ള് കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യുന്നതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചേച്ചീനെ വിളിച്ചിട്ട് ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഹലോ, അപ്പം ഞാനിനി അടുത്തതായിട്ട് ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചേച്ചി കുറേ നാൾ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. വരുക്കാൻ കണ്ടോ, ചേച്ചിക്ക് നന്നായിട്ട് പിരികുണ്ട്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുക്കൂല, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറേ ആയി ത്രെഡിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി എന്തായാലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ബ്യൂട്ടി സ്പാ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇപ്പം ഈ ഒരു ടച്ച് കുറച്ചൊന്ന് വിട്ട പോലെ എനിക്കും തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടെ അത്രമാത്രം ക്ലയൻസ് ഇല്ല. അപ്പം ഞാൻ മെജോറിറ്റി ടൈം ഞാൻ ഫാർമസിയിലോ അല്ലെങ്കിൽ റിസപ്ഷനിലോ ആയിരുന്നു ഇരുന്നിരുന്നത്, അല്ലെങ്കിൽ ഫാർമസിയിൽ അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇങ്ങനത്തെ ഓരോ കണ്ടൻസ്, നിങ്ങൾക്ക് ഇതൊക്കെ കാണാനാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അപ്പം ഇങ്ങനത്തെ ബ്യൂട്ടി കണ്ടൻസ് ഞാൻ കൂടുതലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ ഈ ഒരു ത്രെഡിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോളൂ. ചേച്ചിയുടെ ഐബ്രോസ് താഴെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ അവിടെ എടുക്കാം. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ.
ഓക്കെ, അപ്പം ഞാനിതാ 2 ഐബ്രോസും ത്രെഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട് കാണാൻ. ഇനി നമുക്ക് ആക്സസ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സിസേഴ്സ് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ചേച്ചിയുടെ പിരികാൻ സൂപ്പർ പിരികുമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലിങ്ങനെ കലാവിരുത് ചെയ്യാൻ തോന്നുന്ന ഐബ്രോസാണ്. അപ്പോൾ എടുത്തപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നുന്നില്ലേ? ചേച്ചീൻ്റെ ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ആസ്ട്രിജൻറ്റ് ലോഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജെൻറലായിട്ടൊരു ഐബ്രോ മസാജ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇത്രയും നേരം വേദനയൊക്കെ സഹിച്ച് പിടിച്ചിരുന്നതല്ലേ. അപ്പോൾ നമുക്കൊരു മസാജ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു റിലാക്സേഷൻ കിട്ടും. ചേച്ചി ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ വേറെ എവിടെയും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നല്ല വേദനയൊക്കെ സഹിച്ചിട്ട് നമ്മളിങ്ങനെ പറിച്ച് കളയായിരുന്നില്ലേ. അപ്പം ഇങ്ങനെ ഒരു മസാജ് എടുക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ത്രെഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. ഞാൻ ബിഫോർ ഫോട്ടോ എൻ്റെ കയ്യിലില്ല ഗൈസ്, അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ആക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ആമിക്കുട്ടിക്ക് ഐബ്രോ ത്രെഡ് ചെയ്യാം. നിൻ്റെ മുഖം നോക്കട്ടെ ആമി. ഓക്കെ, അപ്പോൾ ഞാനിതപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് എൻ്റെ മാമൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം, പിന്നെ അവന് ഗിഫ്റ്റൊക്കെ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. ഓക്കെ, അപ്പോൾ അതാ ഞങ്ങളൊരു ഷർട്ട് എടുത്ത് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഇപ്പോൾ ഷൊർണൂരുള്ള പോളോ ഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയിലാണ് നമ്മൾ വന്നത്. മെൻസ് വെയർ ആണ്. ആൻഡ് അവിടെ നിന്ന് ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5 സ്ലീവാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ 5 സ്ലീവ് പ്രിൻ്റ് ഉള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചു. അതിന് ശേഷം നമ്മളെപ്പോഴും പോകാറുള്ള റീഗൽ ബേക്കറിയിലേക്ക് പോയി. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ചു. ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കട്ട്ലേറ്റും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് നേരെ നമ്മൾ മാമൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇതാ കേക്കൊക്കെ മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അമ്മമ്മ ഉണ്ട്. പിന്നെ ഇതാ യെല്ലോ ടീഷർട്ട് ഇട്ട അവനാണ് ഗോകുവിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ ബർത്ത്ഡേ. ഓക്കെ, പിന്നെ ഇതാ അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് കുട്ടുവാണ് കേട്ടോ. കുട്ടു അവിടെ ഉണ്ട്. എൻ്റെ ഏട്ടനും അപ്പും ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാമൻ്റെ ഫ്രണ്ടാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റില്ല് പോലെ നിൽക്കുന്നത്. ഓക്കെ, ഫോട്ടോസിന് ഓക്കെ, അപ്പോൾ അതാ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ രാത്രിത്തെ ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ അവർ കഴിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. പിന്നെ ഞാനും കഴിച്ചു. ഞാനും എൻ്റെ ഏട്ടൻ അപ്പു എൻ്റെ കുട്ടു ഞങ്ങൾ ഒപ്പമാണ് ഗൈസ് കഴിച്ചത്. ആൻഡ്
പിന്നെ ഇതാ ഞങ്ങൾ ഈ രാത്രിയൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കിടന്നത്. അപ്പോൾ രാത്രി നമ്മുടെ ആവേശം പാടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീട്ടിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.